ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ പരസ്യമായ നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസ് ഒഴിഞ്ഞ് അത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. CMRL കേസിൽ വസ്തുത പുറത്തു വരുന്നതിൽ UDF-നും LDF-നും ഒരുപോലെ ഭയമുണ്ട്. തങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അവർക്കറിയാം. ഈ കൊള്ള മുതൽ അതിൻ്റെ ലാഭം LDF-നെ പോലെ UDF-നും കിട്ടിയിട്ടുണ്ട്. അത് ശരിയായ നിലയിൽ അന്വേഷിച്ച് തെളിഞ്ഞു വന്നാൽ തങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മാതിരി വളഞ്ഞ വഴി UDF സർക്കാരും എടുക്കുന്നത്. SFIO കേസിൽ കേസന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള നീക്കങ്ങളുണ്ടായത് കേരളം കണ്ടതാണ്. നിയമത്തിൻ്റെ വഴിയിലും കായിക ബലം ഉപയോഗിച്ചും അധികാര ദുർവിനിയോഗം നടത്തിയും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയുള്ള കേസുകളെല്ലാം തടസ്സപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾ ആ കാലത്ത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഗവൺമെൻറ് മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും കാര്യങ്ങൾ അതേപോലെ തന്നെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ SFIO കേസ് ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്തി കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഇന്ന് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അതും CMRLൻ്റെ ഹർജി തള്ളിയിരിക്കുക. അതുകൊണ്ട് കേസ് അന്വേഷണം സുഗമമായി നടക്കണം, വസ്തുതകൾ പുറത്തു വരണം എന്ന് കോടതികളിലും ഇപ്പോൾ ഉത്തരവുകളിലൂടെ ബോധ്യമായ കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ EDക്ക് നീതി ലഭിച്ചിരുന്നില്ല. കേസിങ്ങനെ നീണ്ടു പോയി. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഈ കേസ് അന്വേഷണം തുടരാനുള്ള ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഉടനെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെയും അതുപോലെ അനുബന്ധ കക്ഷികളെയും തെളിവെടുപ്പ് നടത്താനും സെർച്ച് നടത്താനും ഒക്കെ തയ്യാറായപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അതിനെ തടസ്സപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രകടനങ്ങൾ നടന്നു. കേരളം മുഴുവൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സമരങ്ങൾ നടന്നു. പക്ഷേ നമ്മൾ കണ്ടത് ആ സമരങ്ങളിലുടനീളം UDF ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് നമ്മളന്ന് കണ്ടത്. ഒരിടത്തും ആവശ്യമായ ഫോഴ്സിനെ ഉപയോഗിക്കാതെ ആ സമരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. തിരുവനന്തപുരത്ത് സംസ്ഥാന തലസ്ഥാനത്ത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. പോലീസ് അക്രമകാരികളായിട്ടുള്ള ആളുകളെ നീക്കം ചെയ്യാനോ EDയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനോ തയ്യാറായില്ല. വലിയ തോതിലുള്ള ആക്രമണമാണ് ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അന്ന് തിരുവനന്തപുരത്ത് നടന്നത്. ED ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ച വാഹനം അടിച്ച് തകർത്തു, ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്തു. ആ അക്രമത്തിന് നേതൃത്വം നൽകിയ ഉന്നതരായിട്ടുള്ള നേതാക്കളെ പാർട്ടി ഓഫീസിൽ സ്ഥിരം പരിപാടി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു, രക്ഷാ കവചം തീർത്തു. അവസാനം ഏതോ ഒത്തുതീർപ്പുണ്ടാക്കി കുറച്ചാളുകളെ ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നീട് ആ അറസ്റ്റ് മതിയാവില്ല,
കാരണം ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ കായികമായി നേരിടാൻ തയ്യാറാവുമ്പോൾ ഉണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കി മറ്റു കുറച്ച് ആളുകളെ കൂടി പിന്നീട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതമായി. എന്നാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് UDF സർക്കാരിൻ്റെ കള്ളക്കളി വെളിച്ചത്ത് വന്നത്. എല്ലാ പ്രതികൾക്കും ജാമ്യം എളുപ്പത്തിൽ കിട്ടാൻ കഴിയുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ ഇടപെട്ടത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. പുതിയ ക്രിമിനൽ പ്രൊസീജിയറിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഹാജരാക്കേണ്ടിയിരുന്ന പേപ്പറുകൾ ഹാജരാക്കാതെ കയ്യിൽ വെച്ച് പഴയ നിയമം അനുസരിച്ച് കോടതിയിൽ പോയി ജാമ്യത്തിന് ശ്രമിച്ച ആ പ്രതികളെ തിരുവനന്തപുരത്ത് കണ്ടത് അസാധാരണമായ സംഭവമാണ്. ആവശ്യമായിട്ടുള്ള രേഖകളില്ലാതെ ജാമ്യ ഹർജിയെ എതിർക്കാൻ പോയ ആളുകൾ മാത്രമല്ല, എല്ലാ പ്രോസിക്യൂട്ടർമാരും CPM ഗവൺമെൻറ് വെച്ചവരാണ്. തിരുവനന്തപുരത്തെ കോടതികളിലെല്ലാം വളരെ ബോധപൂർവം അങ്ങനെയുള്ള പ്രോസിക്യൂട്ടർമാർ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ആവശ്യമായിട്ടുള്ള രേഖകളില്ലാതെ സാമാന്യമായ ഒരു ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കേണ്ട കരുതൽ നടപടികളില്ലാതെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പോലീസ് കോടതിയെ സമീപിച്ചത്? ബഹുമാനപ്പെട്ട കോടതി ഈ അപാകം ചൂണ്ടിക്കാണിച്ചപ്പോൾ നിമിഷങ്ങൾക്കകം അവരുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി അവിടെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതെന്താണ് കാണിക്കുന്നത്? ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രിമിനലുകൾക്ക് ജാമ്യം എളുപ്പത്തിൽ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കമാണ് പോലീസ് തിരുവനന്തപുരത്ത് നടത്തിയത്. കേരളത്തിൽ വലിയ ചർച്ചയായിട്ടില്ല. അതായത് ജാമ്യ ഹർജിയിൽ എതിർക്കാൻ ആവശ്യമായിട്ടുള്ള പോലീസ് ഹാജരാക്കേണ്ട രേഖകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതി വരാന്ത വിട്ട് പുറത്തു പോയിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി ഈ രേഖകൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല എന്ന് ചോദിച്ച ഉടനെ ഫയലിലുണ്ടായിരുന്ന രേഖ എടുത്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. അപ്പോൾ ആദ്യം എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? പ്രൊസീജിയർ പാലിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ഈ കേസിൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ആഗ്രഹം UDF സർക്കാരിനുണ്ടായിരുന്നു. ഈ കേസ് നേരാവണ്ണം നടക്കണമെന്നുള്ള ആഗ്രഹം VD സതീശൻ സർക്കാരിനില്ല. കാരണം VD സതീശൻ സർക്കാരിലെ പ്രധാനപ്പെട്ട പല മന്ത്രിമാരും ഈ കരിമണൽ കേസിൽ കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകളാണ്. VD സതീശൻ സർക്കാരിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ പറയുന്നത് ഞങ്ങളൊക്കെ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ്. ഇത് വെറുതെ പണം വാങ്ങുന്നതല്ല. പ്രധാനപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഒരു ധാതു സമ്പത്ത് അനധികൃതമായി ഖനനം ചെയ്ത് വിദേശത്തേക്ക് കടത്തുന്ന ഗുരുതരമായൊരു കേസാണിത്. അല്ലാതെ ഇതൊരു അല്ലറ ചില്ലറ സംഭാവന കൊടുത്ത ഒരു കേസല്ല. ആ കേസിൽ UDF സർക്കാരിൻ്റെ കാലത്തും ഈ പറയുന്ന ആൾക്ക് കമ്പനിക്ക് അനധികൃതമായിട്ടുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോടാനുകോടി ഉറുപ്പികയാണ് UDF സർക്കാരിലെ 2 മന്ത്രിമാരെക്കുറിച്ചും പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരെക്കുറിച്ചും ഈ ഇടപാടിൽ ലഭിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന ഈ അന്വേഷണം ശരിയാവണ്ണം നടന്നാൽ അവസാനം അത് UDFിലേക്കും എത്തുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ കേസിനെ പലതരത്തിൽ പരാജയപ്പെടുത്താൻ അവരും ശ്രമിക്കുന്നത്. ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ പരസ്യമായ നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസ് ഒഴിഞ്ഞ് അത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ ക്രമസമാധാനം തകരുന്ന ഒരു സംഭവം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഇതൊരു സാധാരണ ക്രിമിനൽ കുറ്റമല്ല. ഒരു കേസും തെളിയിക്കാൻ കേരളത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കില്ല എന്നുള്ള നില വന്നാൽ അത് LDF സർക്കാരിൻ്റെ കാലത്ത് നാം കണ്ടതാണ്. ചന്ദ്രശേഖരൻ കൊലപാതക കേസിൻ്റെ കാലത്ത്
അവർ പരീക്ഷിച്ച അതേ കാര്യം തന്നെയാണ്. പാർട്ടി ഓഫീസിൽ ആളുകളെ തമ്പടിപ്പിക്കുക, അവിടുന്ന് അക്രമത്തിന് നേതൃത്വം നൽകുക, പോലീസിനെ തടയുക. അത് തന്നെയാണ് ഇ ഡിയുടെ കാര്യത്തിൽ നടന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് UDF എടുത്തത്. അതിന് രാഷ്ട്രീയ താല്പര്യമുണ്ട് വി ഡി സതീശനും UDF സർക്കാരിനും. അതുകൊണ്ട് ഈ പോലീസ് കേസ് അവരൊഴിഞ്ഞ് ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണമെന്ന് ഉള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അല്ല, അന്വേഷണ ഏജൻസികൾ ആരെ ചോദ്യം ചെയ്യണം, ആരെ ചോദ്യം ചെയ്യുന്നില്ല, അതൊക്കെ വേറെ കാര്യം. അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തോളും. പക്ഷേ ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഒരു അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അത് തടസ്സപ്പെടുത്തുന്നവരെ കർശനമായി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള സഹായം ആവശ്യം സർക്കാർ ചെയ്യേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സമരം ആസൂത്രണം ചെയ്തത് ആരാണ്? ഈ IP ബിനുവും ഈ കണ്ടാഗ്രാസ് ഗുണ്ടകളുമാണോ? ഈ തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങൾക്ക് ആരാണ് നേതൃത്വം നൽകിയത്? ആരാണ് ഗൂഢാലോചന നടത്തിയത്? തിരുവനന്തപുരത്ത് രാജ്യസഭാംഗങ്ങൾ, MLA മാർ, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരുടെ കൺമുമ്പിലാണ് ഈ അക്രമങ്ങളെല്ലാം നടന്നത്. പ്രതികളെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പൂട്ടിയപ്പോൾ അതിന് പുറത്ത് കാവൽ നിന്നവരാണ് LDFൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ്റെ പോലീസ് ഒരാളെയും ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കാത്തത്? നമ്മളെല്ലാം എന്തെല്ലാം കേസുകൾ കേരളത്തിൽ കണ്ടതാണ്. ഇപ്പോൾ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഹർത്താൽ ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് കേസുകൾ ആളുകളുടെ പേരിൽ എടുത്തിട്ടുണ്ട്, ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട്. ഈ നേതാക്കന്മാരെല്ലാവരും അവിടെ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ അക്രമം നടത്തിയിട്ട് ആ പ്രതികളെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഗൂഢാലോചനയിൽ, കോൺസ്പിരസി ഒരാളെയും ചേർക്കാതെ പോയത്? അപ്പോൾ ഇതിനകത്ത് നല്ല കള്ളക്കളിയുണ്ട്. CMRL കേസിൽ വസ്തുത പുറത്തു വരുന്നതിൽ UDFനും LDFനും ഒരുപോലെ ഭയമുണ്ട്. തങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അവർക്കറിയാം. ഈ കൊള്ള മുതൽ അതിൻ്റെ ലാഭം LDFനെ പോലെ UDFനും കിട്ടിയിട്ടുണ്ട്. അത് ശരിയായ നിലയിൽ അന്വേഷിച്ച് തെളിഞ്ഞു വന്നാൽ തങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മാതിരി വളഞ്ഞ വഴി UDF സർക്കാരും എടുക്കുന്നത്. ഈ CMRL കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ അത് ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ പേരിൽ, അത് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അവകാശത്തിന്റെ പേരിൽ ഈ കേസിലെ പ്രതികളിൽ ഒരാളെ സംരക്ഷിക്കുന്നു എന്ന് കരുതുന്നു. അല്ല, സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലാണ്. ഭരണഘടനാപരമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അത് ഭരണഘടനമായ സംരക്ഷണമാവില്ലേ? അത് അവിടെ ഒഴിവാക്കണ്ടല്ലേ ചോദ്യം. അതല്ലേ, അത് ഉറപ്പല്ലേ? തലേ ദിവസം കോഴിക്കോടുണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ. പിണറായി വിജയനെ ആരും ഇവിടെ തടഞ്ഞു വയ്ക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ വഴിയും രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയൻ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് എന്നെ ആരും ഒന്നും ചോദ്യം ചെയ്യുന്നത് കണ്ടില്ല എന്നാണ്. എന്നോട് ആരും ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ ഇരുന്നത്? എന്തായിരുന്നു അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ഇമേജ്? വരുത്തി തീർക്കാൻ ശ്രമിച്ച കാര്യം എന്തായിരുന്നു? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ അനധികൃതമായിട്ട് ED ചോദ്യം ചെയ്യുകയാണെന്നുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. എന്നിട്ട് ലാൽ സലാം വിളിച്ചിട്ട് അല്ലെ സഖാക്കൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ? സഖാക്കൾ എന്തിന് നിൽക്കണം പിണറായി വിജയൻ്റെ കൂടെ? പിണറായി വിജയൻ്റെ മകൾ മാത്രമാണ് ഇപ്പോൾ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന് സഖാക്കൾ നിൽക്കണം? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ പാർട്ടി പറഞ്ഞതല്ലേ അത് കുടുംബക്കാരുടെ കാര്യമാണ്? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? ആ മാന്യത ശ്രീ പിണറായി വിജയൻ കാണിച്ചോ? എന്നിട്ട് പറയുകയാണ് സഖാക്കളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ലാൽ സലാം. അപ്പോൾ അദ്ദേഹമാണ് ഭരണഘടനയുടെ കവചം ഈ കേസിൽ അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ചത് ശ്രീ പിണറായി വിജയനാണ്. പാർട്ടിയാണെങ്കിൽ അതിനേക്കാൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് വീണ വിജയനെ സംരക്ഷിക്കാൻ അന്വേഷണ ഏജൻസികളെ ആക്രമിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം,
അന്വേഷണ ഏജൻസികളെ ആക്രമിക്കാനും തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ച പല ആളുകളും പല സംസ്ഥാനത്തും ഉണ്ട്. ബംഗാളിലൊക്കെ ഇപ്പോൾ ഗതികിട്ടാ പ്രേതം പോലെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നെറികെട്ട നിലപാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിന് കൂട്ടുനിൽക്കാൻ എന്തിനാണ് UDF തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനാ അണ്ടർസ്റ്റുഡ് അല്ലേ സാർ? ഹൈക്കോടതിയുടെ ഉത്തരവ് തലേദിവസമല്ലേ വന്നത്? നിങ്ങളല്ലേ അന്വേഷിക്കുന്ന അറിയല്ലേ? ഹൈക്കോടതി അല്ല അത് ആ കേസിലെ പറ്റി അറിയുന്ന ആൾ വഴി അറിയുന്ന ആർക്കും അറിയില്ല. പലതവണ ED ശ്രമിച്ചതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടഞ്ഞ് അവസാനം ശരി നടത്തിക്കോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ എന്താവും? ഇതുപോലെ ഡിവിഷൻ ബെഞ്ച് പോവും, പിന്നെ നീണ്ടുപോകും. അതായത് അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, അതിന് തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. പക്ഷേ ആ ഒരു കവചം ഒരുക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണ്. അല്ല അതിന് ഞാൻ മറുപടി ഇല്ല. ആ വിഷയത്തെ ബന്ധമില്ല, അതെന്തിലായിക്കോട്ടെ. അല്ല അതെ, അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. അതെ പിന്നെന്താ, അണ്ണാമല എന്താ, ഞാനും അദ്ദേഹം ഒരേ സമയത്ത് 2 സംസ്ഥാനങ്ങളിലെ പാർട്ടി അധ്യക്ഷന്മാരായിരുന്നവരല്ലേ. അപ്പോൾ എന്തായാലും പരിചയവും സൗഹൃദവും ഉണ്ടാവില്ലേ? അല്ല ഇതൊക്കെ അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അല്ല അത്തരം കാര്യങ്ങൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞില്ല. ഈ വിഷയം ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ തിരിക്കല്ലേ. ഞാൻ പറഞ്ഞതിലൊരു ഒരു ശരിയാണോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ചു. കോടതിയിൽ ആ മജിസ്ട്രേറ്റ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവർക്കെല്ലാം അന്ന് ജാമ്യം കിട്ടിയേനെ. ഓക്കെ.